അപ്പൊ നിങ്ങളുടെ പുതിയ വിശേഷം എന്ന് പറഞ്ഞാൽ നമുക്ക് എല്ലാവർക്കും അറിയാൻ ആഗ്രഹം അറിയായിരിക്കുമല്ലോ, KGF. പക്ഷെ KGF-ന്റെ കാര്യം പറയുമ്പോൾ KGF പാർട്ട് 1-ലേ ഞങ്ങളുടെ പേരുള്ളൂ. അതെ, ശോഭ ചേട്ടൻ സെക്കൻഡ് പാർട്ടിലില്ല. ഇല്ല. സെക്കൻഡ് പാർട്ടിൽ ഞാൻ ചെയ്യുന്ന ക്യാരക്ടർ ഇല്ല. അദ്ദേഹമാണ് ഹോസ്പിറ്റലൈസ്ഡ് കഥ പറയുന്ന ആള് ഹോസ്പിറ്റലൈസ്ഡ് ആണ്. പക്ഷെ മാഡം ഉണ്ടല്ലോ. എനിക്കത് ചെയ്യാൻ സാധിച്ചില്ല. അതിനകത്ത് ഇപ്പൊ എന്റെ ക്യാരക്ടർ ഫസ്റ്റിൽ പറഞ്ഞ അതേ സംഭവം ചെയ്യുന്നത് പ്രകാശ് രാജ് പുള്ളിയുടെ ഓൺ വോയിസ് ആണ്. ഞാനൊരു സീരിയൽ ചെയ്യുന്ന, ഞാൻ ഇതിനു മുമ്പ് ഒരു ഇന്റർവ്യൂവിൽ ഞാൻ പറഞ്ഞു, ഒരു സീരിയൽ ചെയ്യുന്ന ലാഘവത്തോടെ പോയി ചെയ്ത ഒരു സിനിമ. സാധാരണ ഈ കന്നഡ സിനിമയില്ലേ, കന്നഡ സിനിമകൾ അധികം മലയാളത്തിലേക്ക് കൊണ്ടുവന്നാൽ അങ്ങനെ ഹിറ്റ് ആവാറില്ല. അത് തന്നെയല്ല, കന്നഡയിൽ അങ്ങനെ ഒരു വലിയൊരു ബിഗ് ബഡ്ജറ്റ് പടങ്ങൾ ഉണ്ടായിട്ടില്ല. അപ്പോൾ ഒരു കന്നഡ പടം വന്നിട്ടുണ്ട്, ഷോവി ഡബ് ചെയ്യണം എന്ന് പറഞ്ഞു. ഞാൻ ചെല്ലുമ്പോൾ ആനന്ദനാഗ് എന്ന് പറയുന്ന നമ്മുടെ മലയാളത്തിൽ സ്വാധീനം അഭിനയിച്ച ആർട്ടിസ്റ്റാണ്. അപ്പോൾ അയാൾ ഏജായിട്ട്, അയാളുടെ ഏജ് ക്യാരക്ടറാണ്, അയാളാണ് കഥ പറയുന്നത്. അങ്ങനെ ഞാൻ പറഞ്ഞു, മുറിവേറ്റ സിംഹത്തിൽ ആ സംഭവമില്ല, ഗർജനത്തേക്കാൾ ഭയാനകം എന്നൊക്കെ പറഞ്ഞ സാധനം. ഇത് നമ്മൾ വളരെ കാഷ്വലായിട്ട്, എനിക്ക് ഒരു ദിവസം കൊണ്ട് തീർന്നു, ഒരു 2-3 മണിക്കൂർ കൊണ്ട് തീർത്തെന്ന് തോന്നുന്നു. ആക്ച്വലി എനിക്കും ഇത് തന്നെയായിരുന്നു. ഇങ്ങനൊരു വലിയ സിനിമയാണെന്നൊന്നും എനിക്കും അറിവില്ലായിരുന്നു. അവിടെ ചെല്ലുന്നു, എനിക്ക് കുറച്ച് ഡബ് ചെയ്യാനും ഉണ്ടായിരുന്നുള്ളൂ. ഒരു 2-3 മണിക്കൂറിൽ വർക്ക് ചെയ്ത് തീർന്നു. ആക്ച്വലി ഈ സിനിമയുടെ റിലീസിന് ശേഷവും അതിനോടനുബന്ധിച്ചുമാണ് സ്റ്റേറ്റ്മെന്റ്സിനൊക്കെ അവർ വിളിക്കുമ്പോഴാണ് ഇതൊരു വലിയ സിനിമയാണെന്നും ഈ സിനിമ ഇത്രയധികം എഫേർട്ട് എടുത്ത് ചെയ്തൊരു സിനിമയാണെന്നും തിരിച്ചറിയുന്നത്. ഡബിങ് എല്ലാം നമ്മൾ എല്ലാ സിനിമയും ആണെങ്കിലും സീരിയലാണെങ്കിലും നമുക്ക് എല്ലാം ഡബിങ് എല്ലാം ഒന്നാണ്. പക്ഷെ ഇതൊരു വലിയ സിനിമയാണെന്നുള്ള കാര്യം ഞങ്ങൾക്ക് അറിയില്ല. തീർച്ചയായിട്ടും ഞാൻ പറഞ്ഞേ, ഈ KGF ഇത്രയും ഹിറ്റ് ആയപ്പോ ഞാൻ സത്യം പോർഷൻസ് നമ്മള് ഡബ് ചെയ്യുന്ന ആ ഒരു പെർട്ടിക്കുലർ പോർഷൻ മാത്രമേ നമ്മൾ കാണുന്നുള്ളൂ. അതിന്റെ ബാക്കിൽ എന്ത് നടക്കുന്നു എന്ന് നമുക്ക് അറിയില്ല. എന്നെ സംബന്ധിച്ച് അതിനകത്ത് കഥ പറയുന്നതാണ്. അതുകൊണ്ട് ഈ കഥയുടെ ആ പറച്ചിൽ മാത്രമേ എനിക്കറിയുള്ളൂ. ബാക്കി വിഷ്വലൈസേഷൻ എന്താണെന്ന് എനിക്കറിയില്ല. ഞാൻ വിചാരിച്ചു ഇത് ഇത്ര വലിയ പടമായോ, ഞാൻ കണ്ടില്ല. ഞാനും കണ്ടിട്ടില്ല. സെക്കൻഡ് പാർട്ട് ഞാൻ കണ്ടു. സെക്കൻഡ് പാർട്ട് കണ്ടത് എന്തുകൊണ്ട് എന്റെ ക്യാരക്ടർ ഇല്ല എന്നറിയാൻ വേണ്ടി. ആ സിനിമയിൽ ഇപ്പൊ സിംഹത്തിന്റെ ഗർജനം, പിന്നെ നിങ്ങളുടെ ഹീറോ, അങ്ങനത്തെ ചില ഡയലോഗ്സ് ഉണ്ടല്ലോ, അത് അധികം സ്വാഭാവികമല്ലാത്തൊരു ഡയലോഗുമാണ്. നിങ്ങളത് ഡബ് ചെയ്തപ്പോ നിങ്ങൾ മനസ്സിൽ വിചാരിച്ചു എന്ത് ഡയലോഗാണ് ഇതൊക്കെ, അങ്ങനെ വിചാരിച്ചു? അല്ല, നമ്മൾ പല ഈ അന്യഭാഷാ സിനിമ ചെയ്യുമ്പോഴും നമ്മൾ ഇതെന്തോന്നറിയേ നമ്മുടെ മലയാളികൾ അംഗീകരിക്കുമോ? പക്ഷെ നമ്മള് ഈ മലയാളികൾ അംഗീകരിക്കുന്ന രീതിയിലേക്ക് ഒരുപാട് മാറ്റാറുണ്ട് നമ്മള്. ഇൻഫ്ലുവൻസ് അതൊന്നും മാറ്റാൻ കുറെ ശ്രമിക്കും. എഴുതി വെക്കുന്ന ഇതൊന്നുമല്ല, സ്ക്രിപ്റ്റിനകത്ത് വേറെന്തെങ്കിലുമൊക്കെ ആയിരിക്കും. ഈ ട്രാൻസ്ലേഷൻ അതേപടി കൊണ്ടുവന്നിട്ട് ഞാൻ പറയും ഇത് ശരിയാവില്ല, ഇത് പറഞ്ഞ ആളുകൾ കൂവും, അതുകൊണ്ട് നമുക്കത് മലയാളീകരിക്കാമെന്ന് പറഞ്ഞ് ഞങ്ങൾ ആയിട്ട് മാറ്റും. അപ്പോൾ നമ്മൾ ഈ ചില അവർ ട്രാൻസ്ലേറ്റ് ചെയ്ത് തരുന്ന വാക്കുകൾ ചിലത് നമുക്കത് ഉപയോഗിച്ചു വരും. അപ്പോൾ അതാ ഞാൻ പറഞ്ഞു നേരത്തെ, ഞാൻ ഉദ്ദേശിച്ചെന്ന് വെച്ചാൽ ഈ RRR സിനിമയിൽ രാംചരണിന് വേണ്ടിയിട്ട് ഞാൻ ഡബ് ചെയ്തിട്ടുണ്ട്. അപ്പോൾ അതിൽ ചില, അതുപോലെ തന്നെ നമ്മുടെ ബാഹുബലിയിലൊക്കെ ഇതൊക്കെ മങ്ങമ്പു സാറാണ് ചെയ്തത്. അതിൽ ചില വാക്കുകൾ നമുക്ക് മാറ്റാൻ പറ്റില്ല. അത് നമുക്ക് മലയാളീകരിച്ചാലും അത് ശരിയാവത്തില്ല, അതിൻ്റെ ഒരു പവർ നഷ്ടപ്പെടും. അതായത് കുംഭസ്ഥലത്ത് തന്നെ തകർക്കാൻ പോകുന്ന, മതിച്ച് തകർക്കാൻ പോകുന്ന, അങ്ങനെ ഒരു ഡയലോഗുണ്ട്. ഈ കുംഭസ്ഥലം എന്ന് പറയുന്നത് നമ്മളൊരിക്കലും ഒരു സംസാര ഭാഷയിൽ പറയുന്നത്, അത് ശരിക്കും ഒരു സാഹിത്യ ഭാഷയാണ്, അല്ലാതെ നമ്മുടെ ഒരു സംസാര ഭാഷയല്ല. അപ്പോൾ അത് പക്ഷേ ആ വാക്ക് കുംഭസ്ഥലം എന്നുള്ളത് മാറ്റിയിട്ട് അതിന് പകരം വേറൊരു വാക്ക് പറയാന്ന് പറഞ്ഞാൽ അതിനൊരു പവർ നഷ്ടപ്പെടും. അപ്പം അങ്ങനെയുള്ള ചില വാക്കുകളല്ലാതെ നമ്മൾ ഈ തെലുങ്കിൽ നിന്ന് അതുപോലെ തന്നെ ട്രാൻസ്ലേറ്റ് കൊണ്ടുവന്നാൽ നമുക്കും ഇഷ്ടപ്പെടത്തില്ല, നമുക്കത് കേൾക്കുന്നവർക്കും തീർച്ചയായിട്ടും കൂവലുണ്ടാവും. അപ്പോ ഞാൻ നേരത്തെ പറഞ്ഞ ഗർജിക്കുന്ന സിംഹത്തിന്റെ ഒരു ഡയലോഗ്, നിങ്ങളുടെ ഹീറോ, അത് നിങ്ങളൊന്ന് ഇവിടെ ഇപ്പൊ ഒന്ന് സ്പോട്ട് ഡബ് ചെയ്താൽ എങ്ങനെ ഉണ്ടായിരിക്കും? നിങ്ങളുടെ ഹീറോ ഇപ്പൊ നമുക്ക് ട്രൈ ചെയ്യാം. അയാളെ കൊന്നില്ലേ, അതിനർത്ഥം നിങ്ങളുടെ ഹീറോ തോറ്റുപോയെന്നാണോ? തോറ്റുപോയി. ഇപ്പൊ നിങ്ങളുടെ ഹീറോ എന്ത് ചെയ്യുന്നു? Will he give up? മുറിവേറ്റ സിംഹത്തിന്റെ ശ്വാസം ഗർജനത്തെക്കാൾ ഭയങ്കരമായിരുന്നു. What do you mean? പേജ് നമ്പർ 128. ഞാൻ കഷ്ടപ്പെട്ടൊരു കവിത എഴുതിയിട്ടുണ്ട്, വായിക്കാം. താങ്ക് യു.